അതാണ് അവർ പറയുന്നത്. ഒന്നാം കാര്യം, ഈ പുതിയ രജിസ്ട്രേഷൻസ് 3 ലക്ഷം പുതിയ MSMEs അല്ല. ഇത് പഴയ ആൾക്കാർ ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ആ എണ്ണം എടുത്തിരിക്കുകയെന്ന് പറയുന്നു. അത് സത്യമല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ അതിനെ കറക്റ്റ് ചെയ്യട്ടെ. അപ്പൊ അതാണെങ്കിൽ ശരിയല്ല. രണ്ടാമത്തത്, ഈ ആർട്ടിക്കിൾ പറഞ്ഞിരിക്കുന്നത് 1 ലക്ഷത്തിൻകാട് കൂടുതൽ സ്ഥാപനങ്ങൾ അടച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇത് രണ്ടും സത്യമാണെങ്കിൽ അത് വലിയ നല്ല വാർത്തയല്ല കേരളത്തിന്. പക്ഷേ സർക്കാരിന്റെ ഉദ്ദേശം ഇതേപോലെ ഇനിയും എന്റർപ്രൈസസ് വരണം, അവരെ പ്രോത്സാഹിപ്പിക്കണം, അവർക്ക് സഹായം കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം ഞാൻ നിൽക്കുന്നു. എന്റെ നിലപാടിലൊരു മാറ്റമില്ല. എന്റെ വിശ്വാസങ്ങൾ ഞാൻ ഇപ്പോഴല്ല, കുറെ വർഷങ്ങളായി പുസ്തകം എഴുതുന്ന ഒരാളാണ്. ആർക്കും എന്റെ പുസ്തകങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ. നിങ്ങൾ ഇത് പറഞ്ഞുവല്ലോ. അപ്പൊ അതന്നെ ഞാൻ പറയണത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ തന്നെ നിങ്ങൾക്കറിയാം. ഇത് കേരളത്തിന് ഗുണം ചെയ്യും. അത് ഈ കണക്ക് പ്രകാരം ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ സർക്കാർ പറയുന്നത് സത്യമല്ലെങ്കിൽ നമ്മൾക്ക് ഇതിനെ നമ്മൾ നേരിടണം. പക്ഷെ അതിന്റെ അർത്ഥമല്ല ഈ ഐഡിയ മോശമാണ്. ഐഡിയ നല്ല തന്നെയാണ്. അയ്യോ, കോൺഗ്രസ് സ്പഷ്ടമായിട്ട് എല്ലാവരോടും പറയുന്ന ഒറ്റ കാര്യമാണ്, ഏത് സംസ്ഥാനത്തും, ഇവിടെ മാത്രമല്ല, അവര് CM കാൻഡിഡേറ്റിനെ ഒരിക്കലും പ്രഖ്യാപിക്കില്ല. കാരണം പാർട്ടിയുടെ വിശ്വാസമാണ് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണം. അതാണ് നമ്മുടെ പാർട്ടിയുടെ തീരുമാനം. അതിനെക്കുറിച്ച് ആർക്കും ഒരു സംശയമില്ല. അപ്പൊ അങ്ങനെ ഒരു നിലപാട് എടുക്കാൻ ആവശ്യമില്ല. കാരണം എല്ലാവരും തന്നെ വിശ്വസിക്കുന്നു. ഇതിന്റെ സമയമേ ആയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞൊരു വരി നിങ്ങൾക്ക് അറിയാമല്ലോ. കെട്ടിടം ആദ്യം കെട്ടു, പിന്നെ നമ്മൾ ഫർണിച്ചർ മേടിക്കുക, ആരാ സോഫയിൽ ഇരിക്കേണ്ടത്, ആരാ വലിയ കസേരയിൽ ഇരിക്കേണ്ടത്, അതൊക്കെ പിന്നെ നോക്കാം. നമ്മൾ കെട്ടിടം കെട്ടുക പറഞ്ഞ് നമ്മൾ ജനങ്ങളുടെ അടുത്ത് പോയി അവർക്ക് വേണ്ടി എന്താ നമ്മൾ ചെയ്യാൻ പോണം, നമ്മൾ ജയിച്ചാൽ എന്ന് പറഞ്ഞിട്ട് ഒരു പോസിറ്റീവ് നാരറ്റീവ്. ഞാൻ എന്റെ രാഷ്ട്രീയത്തിൽ ആസ് ഫാർ ആസ് പോസിബിൾ പോസിറ്റീവായിട്ടാണ്. വെറുതെ ആൾക്കാരെ ആക്ഷേപിച്ചിട്ടല്ല എന്റെ രാഷ്ട്രീയം. ഏതൊക്കെയാണ് നല്ല കാര്യങ്ങൾ സംസ്ഥാനത്ത് വേണ്ടതെന്നും എന്റെ മണ്ഡലത്തിൽ വേണ്ടത് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ട് അതിനെ യാഥാർത്ഥ്യമാക്കാനൊരു ശ്രമത്തിൽ ഇറങ്ങിയൊരു വ്യക്തിയാണ്. അങ്ങനെ ഒരു പോസിറ്റീവ് സംസാരമാണ്, ഒരു പോസിറ്റീവ് നാരറ്റീവാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കേരളത്തിന്റെ യുവാക്കൾക്ക് വേണ്ടി, കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി, കേരളത്തിന്റെ ലഹരി യുദ്ധത്തിന് വേണ്ടി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? ചില സ്പെസിഫിക് ഐഡിയാസ് കൊടുത്തിട്ട് നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ പോയാൽ ജനങ്ങൾ എന്തുകൊണ്ട് നമ്മൾ അംഗീകരിക്കില്ല? ഓക്കെ, താങ്ക്സ്. അഥവാ ഞാൻ എഴുതിയ ഫിഗേഴ്സ് സത്യമായിട്ടുണ്ടെങ്കിൽ എന്റെ എഴുത്തിൽ ഒരു തെറ്റും ആർക്കും കാണാൻ സാധിക്കില്ല. പക്ഷെ അഥവാ ആ ഫിഗേഴ്സ്, ആ സംഖ്യ, ഈ സർക്കാർ ഇറക്കിയ റിപ്പോർട്ടും അന്താരാഷ്ട്രീയ മേഖലയിൽ സ്വീകരിച്ച റിപ്പോർട്ടിന്റെ എണ്ണം ശരിയല്ലെങ്കിൽ പിന്നെ എങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിന് ഇതൊക്കെ പറയും? ഞാൻ പറഞ്ഞത് ഇത് ചെയ്യണം നല്ലതാണെന്ന്. പക്ഷെ അവർ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണം എന്ന് എനിക്ക് പറയാൻ സാധിക്കുള്ളൂ, അല്ലേ? അത്രയും എന്റെ അല്ല, സർക്കാരിന്റെ. ഞാൻ ഉദ്ദേശിച്ചത് അവര് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ കേരളത്തിനും പ്രത്യേകിച്ച് കേരളത്തിന്റെ യുവാവിനും ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ ഞാൻ അതിന് എപ്പോഴും തപ്പുകൂട്ടാൻ തയ്യാറാണെന്നാണ് ഞാൻ പറഞ്ഞത്. അത്രയും.